ഗുഡ് മോർണിംഗ് എവരി വൺ. സോ നമുക്ക് ഓൾറെഡി എൻട്രി എടുത്ത് നമുക്ക് ഇവിടെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും നമുക്ക് സെറ്റ് ചെയ്യാം. എപ്പോഴും നമ്മൾ ടാർഗറ്റിനേക്കാളും കുറച്ചധികം കൂടുതലായിരിക്കും സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്. എങ്കിൽ മാത്രമേ നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് രീതിയിൽ നമുക്ക് പ്രോഫിറ്റബിൾ ആവാൻ സാധിക്കുള്ളൂ അറ്റ് ദ മന്ത് എൻഡ് ഓർ അറ്റ് ദി ഇയർ എൻഡ്. സോ നമുക്ക് നോക്കാം, എൻട്രി എടുക്കാൻ പല പല റീസൺസ് ഉണ്ട്. നമ്മുടെ ടാർഗറ്റിൻ്റെ ഓൾമോസ്റ്റ് ഹാഫ് വരെ മൂവ് ചെയ്തിട്ടുണ്ട്, പക്ഷേ നമുക്ക് ഫുൾ ടാർഗറ്റ് കിട്ടിയിട്ടില്ല. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് എൻട്രി എടുക്കാൻ പ്രോപ്പർ റീസൺസ് ഉണ്ട്. നമുക്ക് നോക്കാം. നിഫ്റ്റിയുടെ സ്വിംഗ് ലോ ബ്രേക്ക് ചെയ്തിരുന്നു. അങ്ങനെയുള്ള പല പല റീസൺസ് കാരണമാണ് നമ്മളിവിടെ എൻട്രി എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്സ് നമുക്ക് നോക്കാം. നമ്മൾ എൻട്രി എടുക്കണം, നമുക്ക് കുറച്ച് ക്രൈറ്റീരിയ എപ്പോഴും വേണം. നമ്മളുടെ ഒരു സെറ്റപ്പ് ആയാൽ മാത്രമേ എൻട്രി എടുക്കുകയുള്ളൂ. നമ്മുടെ സെറ്റപ്പ് ഓൾറെഡി ആയിരുന്നു. കാരണം നിഫ്റ്റി സ്വിംഗ് ലോ ബ്രേക്ക് ചെയ്തു. ഓൾമോസ്റ്റ് റീറ്റെയിൽ സെല്ലിംഗ് പാറ്റേണാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയും ഇമ്പോർട്ടൻറ്റ് ലെവൽസിൻ്റെ എല്ലാം ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് തരക്കാലത്ത് മൂവ്മെൻറ്റ്സ് തരുന്നുണ്ട്. നമുക്കിപ്പം കറൻ്റ്ലി പ്രോഫിറ്റ് തന്നെയാണ് കാണിക്കുന്നത്. സോ നമുക്ക് കുറച്ചുകൂടി അപ്സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ്സ് നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ ടാർഗറ്റ് നമ്മൾ റീച്ച് ആവും. ദെൻ ഓക്കെ, മാർക്കറ്റ് സ്റ്റിൽ നമുക്ക് അനുകൂലമായിട്ട് മൂവ് ചെയ്യുന്നത്. അതിന് പ്രോപ്പറായിട്ട് പല പല റീസൺസ് ഉണ്ട്. ഫസ്റ്റ് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ബാങ്ക് നിഫ്റ്റി 200 താഴെ നിർണായകമായിട്ടുള്ള ഒരു റൗണ്ട് നമ്പേഴ്സ് താഴെയാണ് കൺസൾട്ടേഷൻ ചെയ്യുന്നത്. സെക്കൻഡ് റീസൺ എന്ന് പറയുന്നത് ക്ലോസിംഗ് പ്രൈസിന് ബിലോ ആണ് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റി അങ്ങനെ നമുക്കൊരു തന്നിട്ടുണ്ട്. കാരണം ഇത് കാണുമ്പോൾ റീറ്റെയിൽ സെല്ലേഴ്സാണ് കൂടുതൽ ആക്റ്റീവ് ആകുന്നത്. നോക്കി മനസ്സിലായി, റീറ്റെയിൽ സെല്ലേഴ്സാണ് ഈ ഏരിയയിൽ മുഴുവൻ ആക്റ്റീവ് ആകാൻ സാധ്യതയുള്ളത്. അത് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണത്. നമുക്കതിന് ഓപ്പോസിറ്റാണ് നമുക്ക് ട്രേഡ് എടുക്കേണ്ടത്. ഓക്കെ, റീറ്റെയിൽ സെല്ലേഴ്സ് നോക്കിയാൽ മനസ്സിലാവും നമുക്ക് ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇവിടെ റീറ്റെയിൽ സെല്ലേഴ്സ് ആക്റ്റീവ് ആയിട്ടുണ്ട്. സോ ഇങ്ങനെയുള്ള കാരണം കൊണ്ട് തന്നെ നമുക്ക് നിഫ്റ്റി നോക്കാൻ മനസ്സിലാവും. നമുക്ക് ഓൾമോസ്റ്റ് സ്വിംഗ് ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. റീറ്റെയിൽ സെല്ലിംഗ് നോക്കൂ, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടാണ്. ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും സെല്ലേഴ്സിനെ ട്രിഗർ ചെയ്യും, റീറ്റെയിൽ സെല്ലേഴ്സ് ട്രിഗർ ചെയ്യും അതിന് ബിലോ. സോ ഇത് ഈ പാറ്റേൺ കാണുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ടും റീറ്റെയിൽ സെല്ലേഴ്സ് കൂടുതൽ ആക്റ്റീവ് ആകും. നമുക്കതിനെ ഓപ്പോസിറ്റുള്ള ട്രേഡ് നമുക്ക് എടുക്കേണ്ടത്. ഓക്കെ, അതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നോക്കാം, മാർക്കറ്റിൻ്റെ കുറച്ചുകൂടി അപ്സൈഡാണ് മൂവ് ചെയ്യേണ്ടത്. നമ്മുടെ ടാർഗറ്റിൻ്റെ ഏകദേശം അടുത്ത് വന്നിട്ടുണ്ട്. പക്ഷെ നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് ലഭിക്കണം ഇവിടെ നിന്നും. പക്ഷെ നമുക്ക് ടൈമാണ് കുറച്ചുകൂടി, നമുക്ക് ടൈം അധികം നേരം പോകാൻ പാടില്ല. നമുക്ക് ഒരു കൺസൾട്ടേഷനാണ് കിട്ടുന്നത്, എങ്കിലും ഇത് റീറ്റെയിൽ സെല്ലേഴ്സിനെ കൂടുതൽ ട്രിഗർ ചെയ്യിപ്പിക്കുന്നത് പോലെയാണ് തോന്നുന്നത്. കാരണം അവരെ കൂടുതൽ ട്രിഗർ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു കൺസൾട്ടേഷൻ പാറ്റേൺ കൂടുതലും ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്നും അപ്സൈഡ്, നമ്മുടെ എൻട്രി അത്യാവശ്യം നല്ലൊരു എൻട്രി തന്നെയാണ്. അപ്പോൾ ഇവിടെ ഒന്നും വാട്ട് എവർ ഇറ്റ് ഈസ്, മാർക്കറ്റിനെ അപ്സൈഡ് മൂവ് ചെയ്താലും ഡൗൺ സൈഡ് മൂവ് ചെയ്ത് തന്നെയും നമ്മളുടെ ആ ഒരു ടാർഗറ്റ് അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് കൃത്യമായിട്ട് നമ്മൾ ഫോളോ അപ്പ് എടുക്കുക. അത് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് മാർക്കറ്റിൽ നമുക്ക് സർവൈവ് ചെയ്ത് പോകാൻ പറ്റുകയുള്ളൂ. അതിൻ്റെ കൂട്ടത്തിൽ പ്രോപ്പറായിട്ടുള്ള റിസ്ക് റേഷ്യോ നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം. സോ ഓൾമോസ്റ്റ് നമ്മുടെ ടാർഗറ്റിന് അടുത്തൊരു മാർക്കറ്റ് മൂവ് ചെയ്തു, പക്ഷേ നമുക്ക് ടാർഗറ്റ് നമുക്ക് തന്നിട്ടില്ല. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മളുടെ ആ ഒരു ടാർഗറ്റിൻ്റെ മൂവ്മെൻറ്റ്സ് നമുക്ക് നോക്കണം. കാരണം ഇവിടെ നിന്നും സെല്ലേഴ്സ് കൂടുതൽ ആക്റ്റീവ് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവരുടെ സ്റ്റോപ്പ് ലോസ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം അവരുടെ മാത്രമേ സ്റ്റോപ്പ് ലോസ് നമുക്ക് കൃത്യം എടുക്കാൻ പറ്റുകയുള്ളൂ. ആദ്യം റീറ്റെയിൽ സെല്ലേഴ്സിനെ ട്രിഗർ ചെയ്യിപ്പിക്കണം. അതിനുശേഷം മാത്രം നമ്മളുടെ അപ്സൈഡ് നമ്മുടെ മൂവ്മെൻറ്റ്സ് നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് കിട്ടണം. എങ്കിൽ മാത്രം നമുക്ക് കൃത്യമായിട്ട് ഒരു ടാർഗറ്റ് നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ടാർഗറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ ഓൾമോസ്റ്റ് നമ്മളിപ്പം ടാർഗറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം മാർക്കറ്റ് കുറച്ചധികം കൺസൾട്ടേഷൻ ചെയ്യുന്നുണ്ട്. ചിലപ്പം അധികം വലിയ മൂവ്മെൻറ്റ് ഉണ്ടാകുമെന്ന് അറിയില്ല, പ്രതീക്ഷിക്കുന്നില്ല. നമ്മൾ കൃത്യമായ ടാർഗറ്റ് നമ്മൾ എടുക്കുക. അതിനുശേഷം നമ്മൾ പിന്നെ എക്സിറ്റ് ആകുക. എൻട്രി വരെ മാത്രമാണ് നമ്മളുടെ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ ബാക്കി റിസ്ക് റേഷ്യോ നമ്മൾ പ്രോപ്പറായിട്ട് ഫോളോ അപ്പ് ചെയ്യുക. ഓക്കെ, നിഫ്റ്റിയുടെയും ഡേ ക്ലോസിംഗ് പ്രൈസ് ബ്രേക്ക് ഔട്ട് ചെയ്യണം. ഓട്ടോമാറ്റിക്കായിട്ട് അപ്പോഴത്തേക്ക് ബാങ്ക് നിഫ്റ്റി കൂടി കുറച്ച് അപ്സൈഡ് മൂവ്മെൻറ്റ് നമുക്ക് കിട്ടും. നമ്മുടെ ടാർഗറ്റ് അവിടെ ഹിറ്റ് ആകും. അപ്പോൾ അതിൻ്റെ നിയർ ബൈ റേഞ്ചിലാണ് കൺസൾട്ടേഷൻ ചെയ്യുന്നത്. സോ എങ്കിൽ നമ്മൾ ടാർഗറ്റിനെ മീറ്റ് ആക്കിയിട്ടില്ല. ഓക്കെ, പക്ഷേ ഓൾമോസ്റ്റ് നിയർ ബൈ നമ്മുടെ ടാർഗറ്റ് പ്രൈസിൻ്റെ നിയർ ബൈ തന്നെയാണ് ഇത് കൺസൾട്ടേഷൻ ചെയ്യുന്നത്. ഇവിടെ ഒന്നും ചെറിയൊരു മൂവ്മെൻ്റ് ആണെങ്കിൽ പോലും നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ആവും. സോ നമുക്ക് നോക്കാം, നിഫ്റ്റി കൂടി ക്ലോസിംഗ് പ്രൈസ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു എക്സിറ്റ് പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓൾറെഡി പ്രോപ്പറായിട്ട് ടാർഗറ്റ് സ്റ്റോപ്പ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം, ഇനിയുള്ള മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്സ് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ പേഷ്യൻസാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ വെറുതെ എൻട്രി എടുക്കുകയല്ല,
നമ്മളുടെ നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കും, ടൈം എത്ര ആയാലും കുഴപ്പമില്ല, നമ്മൾ പ്രോപ്പറായിട്ട് ഒന്നെങ്കിൽ ടാർഗറ്റിൽ നമ്മൾ എക്സിറ്റ് ആകും, അല്ലെങ്കിൽ സ്റ്റോപ്പിൽ എക്സിറ്റ് ആകും എന്നൊരു കൃത്യമായ ഒരു പ്ലാൻ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. അല്ലാതെ നമുക്ക് ഒരിക്കലും സഡനായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ്സ് നമ്മൾ ഒരിക്കലും എക്സിറ്റ് ആവുകയില്ല. നമ്മുടെ ഒന്നെങ്കിൽ പ്രോപ്പറായിട്ട് ടാർഗറ്റ് നമുക്ക് ലഭിക്കണം, അല്ലെങ്കിൽ കൃത്യമായ സ്റ്റോപ്പ് ലോസിലേക്ക് എക്സിറ്റ് ആവുകയുള്ളൂ. ഈ ഒരു റിസ്ക് റിവാർഡ് റേഷ്യോ നമ്മൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് മാർക്കറ്റ് ഉറപ്പായിട്ട് നമ്മളെ പണിഷ് ചെയ്യും. സോ ഓൾമോസ്റ്റ് നമുക്ക് അനുകൂലമായിട്ട് തന്നെയാണ് മാർക്കറ്റ് ഇപ്പോൾ മൂവ് ചെയ്യുന്നത്. നിഫ്റ്റി ഈ ഒരു ക്ലോസിംഗ് പ്രൈസോട് ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഓൾമോസ്റ്റ് നമ്മൾ ടാർഗറ്റ് ഹിറ്റ് ആവും. ബാങ്ക് നിഫ്റ്റിയും അതുപോലെ തന്നെ കുറച്ചുകൂടി ചെറിയ മൂവ്മെൻറ്റ്സ് കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിഫ്റ്റി ആ റേഞ്ച് ബ്രേക്ക് ചെയ്യാൻ നേരത്ത് ബാങ്ക് നിഫ്റ്റിയും ആ ഒരു മൂവ്മെൻറ്റ്സ് നമുക്ക് തരും. സോ നമ്മൾ ടാർഗറ്റ് നമ്മൾ ഹിറ്റ് ആയതിനു ശേഷം നമ്മൾ എക്സിറ്റ് ആകും. ഇതാണ് നമ്മളുടെ കറൻറ്റുള്ള പ്ലാൻ. നമുക്ക് നോക്കാം ബാക്കിയുള്ള മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്സ് നമുക്ക് നോക്കാം. ഓക്കെ, ഓൾമോസ്റ്റ് നിയർ ബൈ ലെവൽസിലാണ് കൺസോൾട്ടേഷൻ ചെയ്യുന്നത്. ഒരു നല്ല ബ്രേക്ക് ഔട്ട് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ നമുക്കിപ്പം എക്സിറ്റ് ആകാൻ പറ്റും. പിന്നെയുള്ള മൂവ്മെൻറ്റ്സ് നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. നമ്മളുടെ എൻട്രി വരെയുള്ള റീസൺസ് നമുക്ക് പ്രോപ്പറായിട്ട് നമുക്കറിയാം. സോ ബാക്കിയുള്ള എക്സിറ്റ് നമുക്ക് പ്രോപ്പറായിരിക്കണം, അത് നമ്മൾ കൃത്യമായി ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടത്. ഓക്കെ ഓക്കെ, നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. സോ നമ്മളിവിടെ എക്സിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് പ്രോപ്പറായി ടാർഗറ്റ് ലഭിച്ചു. പ്രോപ്പറായി നമ്മളെല്ലാം തന്നെ ക്ലിയർ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ ബാക്കിയുള്ള മൂവ്മെൻറ്റ്സ് മാത്രം നമ്മൾ നോക്കേണ്ടത്. മാർക്കറ്റ് കുറച്ചുകൂടി അപ്സൈഡിൽ മൂവ് ചെയ്യുന്നുണ്ട്. ബട്ട് വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മളുടെ എൻട്രിയും എക്സിറ്റും വരെ മാത്രമേ നമ്മളുടെ ബൈ ഹാൻഡിലുള്ളൂ. ഓക്കെ, ബാക്കി ഇനി മാർക്കറ്റ് എങ്ങോട്ട് മൂവ് ചെയ്താൽ തന്നെ അത് ഒരിക്കലും നമ്മളെ ബാധിക്കുന്ന കാര്യമായിരിക്കരുത്. ഓക്കെ, ഇപ്പോൾ ഇതാണ് നമ്മളുടെ എൻട്രി ആൻഡ് എക്സിറ്റ്. അതിന് പ്രോപ്പറായിട്ട് കാരണമുണ്ട്. സോ വൺസ് അഗെയിൻ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.